നേരത്തെ എൻ്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഹനീഫ് ഔദവി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാലത്തെ ബന്ധം ഈ സ്ഥാപനവുമായി ഉണ്ട്. ആദ്യമായി വരുമ്പോൾ ഒരു ചെറിയ കെട്ടിടമായിരുന്നു, പിന്നീട് വന്നപ്പോൾ അതിനേക്കാൾ വലിയ കെട്ടിടമായി. ഇനി അഭിമാനിക്കാൻ മറ്റെന്ത് വേണമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അത്രയധികം തൻ്റെ ജീവിതം ഇത്തരമൊരു വലിയ സംരംഭം തുടങ്ങി വെക്കുന്നതിനും അതിൽ തന്നെ ജീവിക്കുകയും അതിനുവേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഏറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ലോയറാണ്. ഞാൻ ഒരിക്കൽ കുറ്റിച്ചിറ ഭാഗത്ത് പോയപ്പോൾ അവിടെ ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ലോ കോളേജിൽ അദ്ദേഹം പഠിക്കുകയാണ്. താമസ സൗകര്യം മറ്റിനും വേണ്ടി ഒരു മദ്രസയിൽ പഠിപ്പിക്കുന്നു. അപ്പം അങ്ങനെ ഹുദവി ബിരുദം നേടി അതിനുശേഷം ലോ ചെയ്ത് ഏറ്റവും നല്ല ക്വാളിഫൈഡായ ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന് വേണമെങ്കിൽ ലോകത്ത് ഏറ്റവും നല്ല ലീഗൽ ഫേമിൽ, കാരണം രണ്ട് വിദ്യാഭ്യാസം, ഖുർആനും സുന്നത്തും ഖുറാനിക പ്രത്യയശാസ്ത്രങ്ങളൊക്കെ അറിയുന്ന ഇസ്ലാമിക പഠനത്തിൻ്റെ ആഴത്തിൽ പഠിച്ചൊരു വ്യക്തിയും അതോടൊപ്പം നിയമജ്ഞനുമായ ഒരാൾക്ക് ഇന്ന് ലോകതലത്തിൽ കിട്ടാൻ ഉന്നത ജോലികളുണ്ട്. പലരും ഇത് ചെയ്യുന്നുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ജോലികളുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് തൻ്റെ ആയുസ്സിന്, തൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണം എന്ന് മാറ്റി ചിന്തിക്കുകയും, ആ മാറ്റി ചിന്തിക്കുക മാത്രമല്ല അതിനൊരുപാട് കഷ്ടതകളുണ്ട്, ത്യാഗങ്ങളുണ്ട്. ഇത്തരമൊരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു പക്ഷേ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി അതിൽ നീങ്ങുന്നത് കാണാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് വിജയം കാണാതിരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരാറുണ്ട്.